ഹലോ കൂട്ടുകാരെ, അപ്പൊ ടോംസ് FSO ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറ്റിനറി സയൻസിലെ ഒരു ടോപ്പിക്കാണ്. വെറ്റിനറി സയൻസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സായി പോയ ഒരു പോർഷൻ ഉണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മൾ എടുക്കുന്നത് അബാറ്റോയർ ആണ്. അബാറ്റോയറെ പറ്റിയാണ് എടുക്കുന്നത്. അപ്പൊ എന്താണ് അബാറ്റോയർ? അബാറ്റോയർ എന്ന് വെച്ചാല് മീൻസ് സ്ലോട്ടർ ഹൗസ്. സ്ലോട്ടർ ഹൗസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അറവശാല. അത് തന്നെയാണ് അബാറ്റോയർ. അതിന്റെ അകത്ത് CMP എന്ന് പറയുന്നുണ്ട്. CM നിങ്ങൾക്ക് അറിയാം. CM അറിയില്ലേ ജിസ്നക്ക്? ആരാ CM? ചീഫ് മിനിസ്റ്റർ. ഇവിടെ CMP അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലീൻ മീറ്റ് പ്രൊഡക്ഷൻ. ക്ലീൻ മീറ്റ് പ്രൊഡക്ഷൻ ആണ് CMP. ചിലപ്പോ ചോദിക്കാം CMP ഈക്വൽസ് ഡാഷ്, അല്ലെങ്കിൽ CMP ഈസ് ക്ലീൻ മീറ്റ് പ്രൊഡക്ഷൻ, വളരെ വൃത്തിയുള്ള ഇറച്ചിയുടെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി മീറ്റ് പ്ലാന്റിനെ പറ്റി പറയുന്നുണ്ട്. ഈ മീറ്റ് പ്ലാന്റ് ഏതൊക്കെ സെക്ഷനിൽ വരുന്നുണ്ടെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ഷനിൽ മീറ്റ് പ്ലാന്റ്സുകളുണ്ട്. ഈ പ്രൈവറ്റ് സെക്ഷന്റെ അകത്ത് വാല്യൂ ആഡഡ് മീറ്റിന് മീറ്റ് പ്ലാന്റ് എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് നാക്കേഴ്സ് യാർഡ്. എന്താണ് നാക്കേഴ്സ് യാർഡ്? നാക്കേഴ്സ് യാർഡ് എന്ന് വെച്ചാൽ ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല അവിടെ മീറ്റ്. എന്താ പറഞ്ഞത്? അപ്പൊ പിന്നെ എന്തിനാ സാറേ കൊല്ലുന്നത്? അതല്ല ഉദ്ദേശിച്ചത്. അതായത് ദ പ്ലേസ് വെയർ ഓൾഡ് ഓർ ഇഞ്ചേർഡ് അനിമൽസ് ആർ ടേക്കൺ ടു ബി സ്ലോട്ടേഡ് എന്ന് വെച്ചാൽ കയ്യും കാലൊക്കെ ഒടിഞ്ഞ മൃഗം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര പ്രായമായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലമാണ് നമ്മൾ ഈ പറഞ്ഞ നാക്കേഴ്സ് യാർഡ്. നാക്കേഴ്സ് യാർഡ് ഒരിക്കലും നിങ്ങൾ സ്ലോട്ടർ ഹൗസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ അറക്കുന്നുണ്ട്. അത് നമുക്ക് അൺഫിറ്റ് ഫോർ കൺസംഷൻ, ആഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മീറ്റ് അല്ല യൂസ് ചെയ്യുന്ന. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഒരു സെക്കൻഡ്. തിരിച്ചു വന്നു. അപ്പൊ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ അകത്ത് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അബാറ്റോയർ ആണ്. അബാറ്റോയർ എന്ന് വെച്ചാൽ പ്ലേസ് വെയർ അനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമന്റെ കൺസംഷന് വേണ്ടി എന്ത് ചെയ്യുന്ന, സ്ലോട്ടർ ചെയ്യുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് അബാറ്റോയർ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ആഹാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇറച്ചികളെ കട്ട് ചെയ്യുന്ന, ഇറച്ചികളെ അല്ല മീറ്റ്, അനിമൽസിനെ മീറ്റ് ആക്കുന്ന ആ സ്ഥലമാണ് അബാറ്റോയർ. അബാറ്റോയറിന്റെ ഡെഫിനേഷനാണ്. ലൈറേജ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ലൈറേജിലായിരിക്കും നമ്മൾ ഈ പറയുന്ന മൃഗങ്ങളെ എല്ലാം റെസ്റ്റ് ചെയ്യിക്കുന്നത് അറക്കുന്നതിന് മുമ്പേ. ദൈവം സഹായിച്ച് കേരളത്തിലെ ലൈറേജുകൾ നിങ്ങളുടെ റോഡുകളിൽ കാണാൻ പറ്റും മൃഗങ്ങളെ. പക്ഷെ ശരിക്കും ലൈറേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല ഇപ്പൊ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലൈറേജിന്റെ അവിടെ പീരിയഡ് ഓഫ് 72 hours എന്ന് പറയുന്നുണ്ട്. 72 മണിക്കൂർ നമ്മൾ ഈ പറയുന്ന ജീവികളെ അവിടെ റെസ്റ്റ് ചെയ്യിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 72 മണിക്കൂർ. അത് ഇമ്പോർട്ടന്റ്, ഒന്ന് മാർക്ക് ചെയ്യണം. 72 മണിക്കൂർ നമ്മൾ ഈ പറയുന്ന ലൈറേജില് ഈ പറയുന്ന മൃഗങ്ങളെ റെസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ ജിസ്ന? കേൾക്കാമോ? ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഇനി പറയുന്നത് കേരളത്തില് മൊത്തത്തിൽ 74 സ്ലോട്ടർ ഹൗസ് ഉണ്ട്. 74. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ ടോട്ടൽ സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്ന അതില് നിങ്ങൾ ടോട്ടൽ എന്ന് പറയുന്ന ആ T ഒന്ന് പകുതി വെച്ച് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 7 കിട്ടും. ടോട്ടൽ എന്ന് വെച്ചാൽ T വെച്ചല്ലേ തുടങ്ങും. ആ Tയിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കിയേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Tയുടെ പകുതിയല്ലേ കിട്ടുന്ന? 7 ആണോ? 7 ആണ്. അതുപോലെ തന്നെ 74 ആണ്. 4 കാലുള്ള ജീവികളെ അല്ലേ നിങ്ങൾ അവിടെ അറക്കാൻ പോണത്. കോഴിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയല്ലേ ഈ കേസിൽ. കോഴി ഒഴികെ ബാക്കി എല്ലാത്തിനും 4 കാലല്ലേ? ആണോ? അപ്പൊ 74 സ്ലോട്ടർ ഹൗസ് ആണ് കേരളത്തിൽ ഉള്ളത്. എന്നാൽ ഫങ്ഷണൽ ആയിട്ട് പ്രവർത്തനരഹിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് 59 എണ്ണമാണ്. 59 എണ്ണമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോൺ ഫങ്ഷണൽ ആയിട്ട് 13 എണ്ണം ഉണ്ട്.
ഈ 13 പ്രവർത്തിക്കുന്നില്ല. 2 കൺസ്ട്രക്ഷനിലുണ്ട്. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ 2 കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്. നമ്മൾ വലിയ കാര്യത്തിൽ ടോട്ടൽ 74 അപ്പൊ 59 കുറച്ച് കഴിഞ്ഞാൽ 13 വരണ്ട, 15 വരേണ്ടത്. അപ്പൊ നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 13 വരത്തുള്ളൂ. അപ്പൊ ആ നോൺ ഫങ്ഷണലാണ് എത്ര 59. ഓക്കെ, 59 ഫങ്ഷണലും നോൺ ഫങ്ഷണൽ എന്ന് പറയുന്ന 13. അതെങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഈ നോൺ ഫങ്ഷണൽ എന്നുള്ള വാക്ക്? നോൺ ഫങ്ഷണൽ എന്ന് വെച്ചാല് ഒന്നിന് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ല. ചെകുത്താൻ ആലോചിച്ച് നോക്ക്, ചെകുത്താന്റെ ഏറ്റവും ഫേവറേറ്റ് നമ്പർ ആണ് 13. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 13 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. അത് മൈനസ് ചെയ്യുമ്പോൾ 2 കൂടെ കുറച്ച് കഴിയുമ്പോൾ 59 നിങ്ങൾക്ക് ഫങ്ഷണൽ ആണെന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ്, ടോട്ടൽ ആയിട്ടുള്ളത് ഓർക്കാൻ ടീന്റെ പകുതി എടുക്കുക, 7, 4 കാലി ജീവികൾ 74. അപ്പൊ അത് മറക്കല്ലേ, 74 ആണെന്നുള്ളത്. പിന്നെ പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് റൂൾസ് 2001 വന്നിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ റൂൾസ് 2001 വന്ന് അണ്ടർ ദ സെക്ഷൻ 38 ഓഫ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട് 1960 ആണ് വന്നേക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് 2 ആക്ടുകളാണ്. ഒന്നാമത്തെ ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അനിമൽ റൂള്. അനിമൽസിന്റെ റൂൾസ് എല്ലാം നിലവിൽ വന്നത് 2001. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോഴും നമ്മൾ റൂളർ എന്ന് പറയുന്നത് ഒരാളെ അല്ലേ, ഒരാളാണ് ഒരു റൂളർ. അപ്പൊ 2001 കിട്ടും. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? ക്രൂവൽറ്റി ടു അനിമൽ ആക്ട്, ഒരു ആക്ട് ആണ് പറയുന്നത്. അത് 1960 ഒരു ആക്ട് പറഞ്ഞിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി റൂള് 2001 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അണ്ടർ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് 2 അതുപോലെ ഇപ്പൊ ഫങ്ഷണൽ ആയിട്ടുള്ളത് എത്രയാണ്? 54 അല്ല, 59. പിന്നെ ടോട്ടൽ സ്ലോട്ടർ ഹൗസ് എത്രയാ? 74. അത് ഈ നോൺ ഫങ്ഷണൽ എത്ര? 13. അപ്പൊ ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അത്രയാണ് കേരളത്തിനെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ അബാറ്റോറിന്റെ ടൈപ്സ്, എത്ര ടൈപ്പുകൾ ഉണ്ട് അബാറ്റോറുകൾ? മെയിൻ ആയിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് ലാർജ്, സ്മോള്, മീഡിയം അബാറ്റോറുകളാണ്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാം പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ലോക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതോറിറ്റി ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് ഒരു ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ എന്റർപ്രൈസിന് ഒരു ടൈപ്പ് ഉണ്ട്. ലെജിസ്ലേഷൻ സ്റ്റിപ്പുലേറ്റ് സെപ്പറേറ്റ് സ്ലോട്ടർ ഹൗസ് ഫോർ പിഗ്സ്. നിങ്ങള് ഞാൻ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ കോഡ് പലതും ഞാൻ ഉണ്ടാക്കുന്നത് ആരും റിലേറ്റ് ചെയ്തിട്ടല്ല, ആരുമായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ലെജിസ്ലേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അസംബ്ലിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് നടന്ന ആ പന്നിയുടെ മക്കളൊക്കെ എന്താ കാട്ടിക്കൂട്ടിയ. അപ്പോ ഫോർ പിഗ് ആന്ന് നിങ്ങൾക്ക് കിട്ടി. ലെജിസ്ലേഷൻ സ്റ്റിപ്പുലേറ്റ് സെപ്പറേറ്റ് സ്ലോട്ടർ ഹൗസ് ഫോർ, ലെജിസ്ലേഷൻ സ്റ്റിപ്പുലേറ്റ് സെപ്പറേറ്റ് സ്ലോട്ടർ ഹൗസ് ഫോർ പിഗ്സ് എന്ന് കിട്ടും. അവിടെ പിഗ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ എന്താ കാട്ടിക്കൂട്ടിയ പന്നികൾ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാല് ഇത്രയാണ് പറഞ്ഞത്. പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ എന്റർപ്രൈസ് ഉണ്ട്. ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ. ഇനി പറയുന്ന 3 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെ തന്നെ പറയാം. അത് നിങ്ങൾ ആലോചിക്കേണ്ട സ്മോള്, മീഡിയം, ലാർജ്. നമ്മൾ എങ്ങനെയാ തുടങ്ങുന്നത്? എണ്ണുമ്പം 1, 2, 2, 4, 4, 6 അങ്ങനെ എണ്ണിപ്പോണം. അല്ലാതെ നമുക്കൊരു ഓർഡർ ഉണ്ട്, 1, 2, 2, 4, 4, 6 അങ്ങനെ എണ്ണാൻ പാടുള്ളൂ. അതാണ് അതിന്റെ എത്ര ഏരിയ വേണമെന്ന് തീർക്കുന്നത്. സ്മോളിന് എപ്പോഴും 1 to 2, മീഡിയത്തിന് 2 to 4, ലാർജിന് 4 to 6. അപ്പൊ അത് കിട്ടിയല്ലോ, എത്ര ഏക്കർ വേണമെന്നുള്ളത് കിട്ടി. ഇനി എത്ര യൂണിറ്റ് അതിൽ കൊള്ളും? ഒരു വർഷം എത്ര യൂണിറ്റ് അതിൽ കൊള്ളും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്മോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആള് ഒരു ഫാമിലിയില് ചെറുതാണോ? ചെറുതെന്ന് വെച്ചാൽ സൈസിലല്ല, അവര് ചെറുപ്പമാണ്, ചെറുപ്പമൊന്നും അല്ല, ചെറുതാണെന്ന് വെച്ചാൽ എന്താ? അവന്റെ ലൈഫ് 3G ആയില്ലേ? 3G ആയി.
3G എന്ന് വെച്ചാൽ 3 ഉണ്ട്, 30,000 ആണ്. 30,000 നിങ്ങൾക്ക് കിട്ടും. എന്റെ 3G നിങ്ങൾക്ക് എന്താന്ന് മുമ്പത്തെ ക്ലാസ്സിലെ കോഡിൽ നിന്നൊക്കെ മനസ്സിലാവും. അപ്പൊ 30,000 കിട്ടിയേ. ഇനി മീഡിയം അല്ലേ പറയുന്ന. മീഡിയം എന്ന് പറയുമ്പോ എങ്ങനെ ആലോചിക്കും നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ എങ്ങനെയാ കൂട്ടിയ? 1, 2, 2, 4. അപ്പൊ 2 കൂട്ടി. ഈ 2 കൂട്ടണ്ട. 30,000 കൂടെ 20,000 കൂട്ടുമ്പോ 50,000 കിട്ടും. അതാണ് 50,000 മീഡിയം. എന്നാൽ ലാർജ് എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക 1,00,000. നിങ്ങൾ കണ്ടേക്കുന്ന ഏറ്റവും വലിയ തുക 1,00,000 രൂപയാണെന്ന് കരുതിയാൽ മതി, അത് കിട്ടും. മീഡിയം എന്ന് വെച്ചാൽ 50,000, സ്മോൾ എന്ന് വെച്ചാൽ 30,000. അപ്പൊ 30,000 ഫോർ 1 to 2 acres പെർ ഇയർ ആണ്. അവിടെ യൂണിറ്റ് പെർ ഇയർ അല്ലാതെ മന്ത് എന്ന് ചോദിച്ചാൽ തെറ്റി. അല്ലെങ്കിൽ ഈ 1,00,000 രൂപയൊക്കെ ഒരു മാസം കിട്ടുന്ന ജോബില് ഇപ്പം നമ്മൾ ആരും ഇരിപ്പില്ല. ഇരിപ്പുണ്ടെങ്കിൽ ഈ വന്നിട്ട് ഈ PSC എഴുതാൻ വരത്തില്ലല്ലോ. അപ്പൊ ഇത് ഒരു വർഷമാണെന്ന് ചിന്തിക്കുക. ക്ലിയർ അല്ലേ? അപ്പോ ആദ്യം പറഞ്ഞത് സ്മോൾ സൈസ്ഡ് അനിമൽസ് അല്ല, സ്മോൾ അബാറ്റോയർ, മീഡിയം അബാറ്റോയർ, ലാർജ് അബാറ്റോയർ. സ്മോൾ അബാറ്റോയർ എന്ന് പറയുമ്പം 30,000 യൂണിറ്റ്സ് പെർ ഇയർ ഫോർ 1 to 2 acres. അവിടെ ഏക്കർ ആണ്, അല്ലാതെ സെന്റ് അല്ല. രണ്ടാമത് പറഞ്ഞ മീഡിയം സൈസ്ഡ് അനിമൽ, 50,000 യൂണിറ്റ് പെർ ഇയർ ഫോർ 3 to 4 ആണോ? അല്ല, 4 to 6 ആണോ? 4 to 6 അല്ല, 2 to 4 ആണ്. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് ലാർജിലാണ് 4 to 6. അത് എത്ര പെർ ഇയർ ആണ്? പെർ ഇയറിൽ എത്ര യൂണിറ്റ്സ്? 1,00,000 യൂണിറ്റുകളാണ് വേണ്ടത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് പ്രസന്റില് സ്മോള്, മീഡിയം, ലാർജ് വരുന്നത്. ഇനി ഒരു ലൈവ് സ്റ്റോക്ക്, ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഒരു ലൈവ് സ്റ്റോക്ക് യൂണിറ്റ് എത്ര ഈക്വൽ ടു ഡാഷ് 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 ഡാഷ്. ഒരു ലൈവ് സ്റ്റോക്ക് യൂണിറ്റ് ഒരു ബൊവൈനാണ്. ഇത് ഓർക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു ബൊവൈനാണ്. ബൊവൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബീഫ് അങ്ങനത്തെ സാധനം. ഒരു ബൊവൈനാന്ന് കിട്ടി. എന്നാ 2 പന്നിയാണ്, 2 pigs ആണ്. ഒരു വീട്ടിൽ 2 പന്നിക്കുട്ടി ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീട്ടിൽ 2 പന്നിക്കുട്ടിയുണ്ട്. അപ്പൊ 2 പന്നിക്കുട്ടിക്കും കൂടെ ചേർന്ന് 3 കുട്ടികൾ, 3 കാഫ്സ്. 2 പന്നിക്കുട്ടി, 3 പശുക്കുട്ടി, 2 pigs, 3 കാഫ്സ്. തീർന്നില്ല, ഇനിയും വരുന്നുണ്ട്. 5 sheep or goat, 5 ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു ബൊവൈനാണ്. ഈ ഒരു ബൊവൈൻ എന്ന് പറയുന്നത് 2 പിഗിന് തുല്യമാണ്. 2 പിഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് ഈക്വൽ ടു 3 കാഫ്സ്, 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് ഈക്വൽ ടു 5 ഷീപ്സ് ഓർ ഗോട്ട്. ക്ലിയർ ആണോ? ഇതാണ് പ്രസന്റില് അബാറ്റോയറിന്റെ ടൈപ്സിനെ പറ്റി പറയുമ്പോൾ പറയുന്നത്. ഇനി നമ്മുടെ സ്ലോട്ടർ ഹൗസിന് എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് റോഡ് അക്സസിബിലിറ്റി. ആ പറയുന്ന റോഡിന് എത്ര അക്സസിബിലിറ്റി ഉണ്ടെന്ന് നോക്കണം. 2 കണക്ടിവിറ്റി വിത്ത് റോഡ് ആൻഡ് റെയിൽ. റോഡ് എങ്ങനെ പോകണം, റെയിൽ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ഉഗാണ്ടെ കൊണ്ടുപോയി വെക്കരുത് നിങ്ങളുടെ സ്ലോട്ടർ ഹൗസ്. പിന്നെ പ്രോക്സിമിറ്റി വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഏരിയ. പ്രൊഡക്ഷൻ ഉണ്ടാവണം, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. വെള്ളത്തിന്റെ സപ്ലൈ, വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് 3 phase ഇലക്ട്രിക് സപ്ലൈ. നമ്മളവിടെ 2 phase എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റാവും. നമുക്ക് 3 phase വേണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ 3 phase ആയിട്ടുള്ള ഇലക്ട്രിക് സപ്ലൈ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്ത പറയുന്നത് എഫ്ലുവന്റ് ഡിസ്പോസൽ, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരിക്കണം. ഇനി ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ്, ബാക്കിയുള്ള ബിൽഡിങ്ങിന് ശല്യമായിട്ട് നിങ്ങൾ മാറില്ല നിങ്ങളുടെ സ്ലോട്ടർ ഹൗസ്. ഇനി NOC ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് NOC ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ലോട്ടർ ഹൗസ് പൂർണ്ണമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും.
ഇനി അടുത്ത സെലക്ഷൻ ഓഫ് സൈറ്റ്. നമ്മൾ ഏത് സൈറ്റ് വേണം സെലക്ട് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ്. ബാക്കിയുള്ള ബിൽഡിങ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 100 മീറ്റർ അകൽച്ച ഉണ്ടായിരിക്കണം. 100 മീറ്റർ എവേ ആയിരിക്കണം ഡിസ്റ്റൻസ് ഫ്രം അതർ ബിൽഡിങ്സ്. എന്നാൽ ഡിസ്റ്റൻസ് ഫ്രം ഫ്രീസർ എടുത്തു നോക്ക്. ഫ്രീസറിൽ നിന്ന് 20 മീറ്റർ അകലെ മതി. എന്നാൽ ഡിസ്റ്റൻസ് ഫ്രം ലൈറേജ് ടു സ്ലോട്ടർ ഹൗസ്, ലൈറേജ് എന്ന് പറഞ്ഞാൽ അവർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സ്ലോട്ടർ ഹൗസിലേക്ക് 10 മീറ്റർ ദൂരെ പാടുള്ളൂ. ഇനി അടുത്ത ഡിസ്റ്റൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ഗ്രാസ്. ഇവർക്ക് തിന്നാൻ വേണ്ടി പുല്ലും ചെടികളും നട്ട് വളർത്തുന്നുണ്ട്. അത് സ്ലോട്ടർ ഹൗസിൽ നിന്ന് എത്ര? 20 മീറ്റർ അകൽച്ചേ പാടുള്ളൂ. അപ്പൊ കുറെ 20, 10, 100 എന്നൊക്കെ കണ്ട് ആകെ കൺഫ്യൂഷൻ ആവും കുട്ടികൾക്ക്. അത് ഓർക്കാൻ സിമ്പിളാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ബിൽഡിങ്സിൽ നിന്നുള്ള ശല്യം പൂർണ്ണമായിട്ടും കുറച്ച് മീറ്റർ കൂടുതലായിരിക്കും. അതായിരിക്കണം ഏറ്റവും കൂടുതൽ ദൂരം. അപ്പൊ 100 മീറ്റർ ആണ് ബാക്കിയുള്ളിടത്തുനിന്ന്. അത് നിങ്ങൾക്ക് കിട്ടും. 100 ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സാധാരണ നിങ്ങളെ ഒരാൾ ശല്യം ചെയ്യാനായിട്ട് വന്ന 100 രൂപ, പണ്ടത്തെ ശീലമാണല്ലോ, 100 രൂപ കൊടുത്തങ്ങ് ഒഴിവാക്കും. അപ്പൊ 100 മീറ്ററിന്ന് കിട്ടും. ഇനി 2 ഫ്രീസർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഫ്രീസർ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഏറ്റവും അടുത്താണ് എന്ന് വെച്ചാൽ 10 അല്ല, ഒരു 20 മീറ്റർ. നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ പോയി ഫ്രീസറിൽ നിന്ന് നല്ല ജ്യൂസൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ 20 മീറ്റർ ആണെന്ന് കിട്ടും. കിട്ടിയോ? ഇനി പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ലൈറേജ് ടു സ്ലോട്ടർ ഹൗസ്. ലൈറേജിൽ നിന്ന് സ്ലോട്ടർ ഹൗസിലേക്കുള്ള ദൂരം അതെത്രയാണ്? 10 മീറ്റർ ആണ്. അതെങ്ങനെ കിട്ടും? 10 മീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു, ആ പാവം പശുവിനെ നമ്മളിങ്ങനെ നടത്തി, പശു അല്ലെങ്കിൽ ആ മൃഗത്തെ നമ്മളിങ്ങനെ നടത്തി കൂടുതൽ ദൂരം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് റെസ്റ്റ് ചെയ്തെടുത്തുനിന്ന് അടുത്ത് തന്നെ വെച്ചിട്ട് പെട്ടെന്ന് അറുക്കുക ചെയ്യുന്നത്. അപ്പൊ അത് 10 മീറ്റർ ആണ്. അപ്പൊ ലൈറേജിൽ നിന്ന് നമ്മളെ സ്ലോട്ടർ ഹൗസിലേക്കുള്ള ദൂരം 10 മീറ്റർ ആണ്. എന്നാൽ ബാക്കിയുള്ള ബിൽഡിങ്സിൽ നിന്ന് തമ്മിലുള്ള അകലം 100 മീറ്റർ ആണ്. എന്നാൽ അതിലുപരി ഇപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ ഫ്രീസറിൽ നിന്ന് 20 മീറ്റർ അകലെ ആയിരിക്കണം. എന്താ ഇതെല്ലാം അകലെ ആയിരിക്കണം എന്ന് പറയുന്നത്? ഇതെല്ലാം സ്ലോട്ടർ ഹൗസിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ്, ഗ്രാസ്, ഇതൊക്കെ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടിന്റെ അകത്തല്ലല്ലോ വെക്കുന്നത്. അപ്പൊ ഒരു 20 മീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഇവിടെ യാത്ര അയക്കുക. അപ്പൊ ലൈഫ് സ്റ്റോക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ഫാം ടു സ്ലോട്ടർ. ആ ഫാമിൽ നിന്ന് സ്ലോട്ടർ ഹൗസിലേക്ക് പറയുന്ന ആ ദൂരത്തിന് പറയുന്ന പേരാണ്. അതായത് നമുക്ക് കോഴിയൊക്കെ വരത്തില്ലേ, കോഴി വരുന്ന പോലെ ഈ പശുക്കള് അവരുടെ ഫാമിൽ നിന്ന് നമുക്ക് അറുക്കുന്ന ശാലയിലേക്ക് വരുന്ന ആ പറയുന്ന ആ ട്രാൻസ്പോർട്ടേഷന് പറയുന്ന പേരാണ് ലൈവ് എക്സ്പോർട്ട്. ലൈവ് എക്സ്പോർട്ട്. ഇനി റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. എപ്പോ? 500 കിലോമീറ്റർ മേളിലാണെങ്കിൽ, അല്ലെങ്കിൽ 500 കിലോമീറ്റർ മേളിലാണെങ്കിൽ റെയിൽവേ വഴി വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. സ്ട്രെസ് ആൻഡ് വെയിറ്റ് ലോസ് ഈസ് ലെസ് ഇൻ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ട്രെയിനിൽ പോകണം എന്തിനാ? സ്ട്രെസ് കുറയ്ക്കാനല്ലേ. റെയിൽവേയിലാകുമ്പോൾ അവർക്ക് സ്ട്രെസ് ഇല്ല. അതുപോലെ തന്നെ അവർക്ക് എന്ത് പറ്റും? വെയിറ്റ് ലോസ് സംഭവിക്കില്ല. മനസ്സിലായോ? സ്ട്രെസ്സും വരില്ല, വെയിറ്റ് ലോസും വരത്തില്ല റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ. എന്നാൽ വൈൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബേർഡ്സ്, വാട്ടർ വിഡ്രോൺ. അതായത് നിങ്ങൾ ഒരു ബേർഡ്സിനെ, ഒരു പക്ഷിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 60 മിനിറ്റിന് മുമ്പേ നിങ്ങൾ വെള്ളം കൊടുത്തിരിക്കണം. 60 മിനിറ്റിന് മുമ്പേ. ക്ലിയർ ആണോ? ഇനി ഫ്ലോർ സ്പേസ്. ഈ 60 മിനിറ്റ് എങ്ങനെ ആലോചിക്കും? എടാ, 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ വെള്ളം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? ഇതെല്ലാം കൂടെ ചത്തു. അത്ര ആലോചിച്ചാൽ മതി. 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 60 മിനിറ്റ് ഇവിടെ കണ്ടിട്ട് അവിടെ അയ്യോ 60 അവർ ആണോ? 60 അവർ അല്ല, 1 അവർ ആണ്, 60 മിനിറ്റ് ആണ്. ഇനി ഫ്ലോർ സ്പേസ് ഓഫ് കാറ്റിൽ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. അത് കിട്ടാൻ സിമ്പിൾ ആണ്. ഫ്ലോറിന്റെ സ്പേസ് എത്രയായിരിക്കണം? അത് 1 to 1.4 എന്നാണ്. നിങ്ങൾക്ക് 1 കിട്ടും, കാരണം നമ്മൾ ഒരാളല്ലേ ഉള്ളൂ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. പിന്നെ 1.4 ഈ 4 കാലി ജീവി അല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന. അതാണ് 1 to 1.4. 1.4 മീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
മീറ്റർ ആയാലേ ആ ഹൈറ്റ് കിട്ടും. ഇനി എൻഡമിക് ഏരിയാസ് ടു നോൺ എൻഡമിക്, അതായത് പ്രശ്നമുള്ള ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ അതിനെ കയറ്റുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എൻഡമിക് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിന് അല്ലെങ്കിൽ 2 കൊല്ലത്തിന് മുമ്പായിട്ട് കോവിഡ് വന്നപ്പോൾ നമുക്കും ഈ അവസ്ഥ വന്നു. നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം? വാക്സിനേഷൻ എടുക്കേണ്ടി വന്നു. 30 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണം. 15 ആയിരുന്നു, പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് 30 ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും എന്ത്? ക്വാറന്റൈൻ അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണ്? വാക്സിനേഷൻ എടുക്കണം. എന്നിട്ട് 30 ദിവസം ഇവരെ ക്വാറന്റൈനിൽ വെക്കണം ബിഫോർ ട്രാൻസ്പോർട്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇവരെ ക്വാറന്റൈനിൽ വെക്കണം. 30 ദിവസം മുന്നേ ആണോ? 30 ദിവസം മുന്നേ എന്നാണോ? ഈ പറയുന്ന ക്വാറന്റൈൻ 30 ദിവസം മുന്നേ ചെയ്താലേ ട്രാൻസ്പോർട്ടേഷന് അപ്രൂവൽ കൊടുക്കൂ. ബിഫോർ ആണ്, ആഫ്റ്റർ അല്ല. ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷമല്ല, അങ്ങനെ തന്നെ ചോദ്യം വരും. ആഫ്റ്റർ ട്രാൻസ്പോർട്ട് അല്ല, ബിഫോർ ട്രാൻസ്പോർട്ട് ആണ്. ഇനി ഷിപ്പിംഗ് ഫീവർ, ഈ മൃഗത്തിന് ഷിപ്പിംഗ് ഫീവർ വരും. ഷിപ്പിംഗ് ഫീവർ വരുന്നത് എങ്ങനെയാ? ഷിപ്പിംഗ് ഫീവർ എന്ന് ആലോചിക്കുമ്പോൾ പാരാ ഇൻഫ്ലുവൻസ് വൈറസ്. ഷിപ്പിംഗ് ഫീവർ ഈ അനിമൽസിനെ കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. എങ്ങനെ കിട്ടും നമുക്ക് പാരാ ഇൻഫ്ലുവൻസ വൈറസ്? പാര എന്ന് വെച്ചാൽ ആരാ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാര ഈ മഴക്കാലത്ത് ആരാ? മഴക്കാലത്ത് ഈ പനിയാണ് പാര, ഫീവർ ആണ്. അപ്പൊ പാരയല്ലേ? പാരാ ഇൻഫ്ലുവൻസ വൈറസ് കിട്ടുമോ? കിട്ടും. അപ്പൊ പാരാ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഫീവറിന് കാരണം, ഈ പറയുന്ന മൃഗത്തിന്റെ. ഇനി അടുത്തത് സ്ട്രെസ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ അല്ലേലും ആലോചിച്ച് നോക്കിയേ, പന്നിക്കാണ് കൂടുതൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലേലും വീട്ടിൽ പന്നീരെ മോനെ എന്ന് വിളിക്കുമ്പോഴല്ലേ കുറച്ച് വിഷമം വരുന്നത് നിങ്ങൾക്ക്. സ്ട്രെസ് ഏറ്റവും കൂടുതൽ പന്നി എന്ന് പറയുമ്പോഴാണ്. പോത്തിന്റെ മോനെ എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം. പന്നി എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമം വരും. അതാണ് സ്ട്രെസ് കൂടുതൽ എന്ന് പറയുന്നത് പിഗ്സിന്റെ കേസാണ്. ഇനി പിഗിന്റെ കേസിലെ ഡെൻസിറ്റി പറയുന്നുണ്ട്. ഡെൻസിറ്റി എത്രയാ? 0.45 മീറ്റർ സ്ക്വയർ പെർ 1000 kg. പന്നിയുടെ കേസ് നിങ്ങൾ ആ ഒരു കോഡ് സിമ്പിളാ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരാളെ പന്നി എന്ന് വിളിക്കുമ്പോൾ എപ്പോഴാ? നിങ്ങൾ ഒരു വട്ടപൂജ്യം ആകുമ്പോഴാണ് നിങ്ങൾ ആ പന്നി എന്ന് പറയുന്നത്. അപ്പൊ പന്നിയുടെ ഡെൻസിറ്റി ആലോചിക്കാൻ സിമ്പിൾ ആണ്, നിങ്ങൾ ആലോചിക്കുക. അപ്പം പന്നിയൊക്കെ ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ടാണ് 0.4 കഴിഞ്ഞിട്ട് 5 വന്നത്. ആ 0.4 എന്താ? പന്നിയുടെ കാല്, 4 കാലുണ്ട്. 4 കാലുണ്ട്, പക്ഷെ ഒരു സാധനം എക്സ്ട്രാ നിങ്ങൾക്കുള്ളതാണ് വാല്. അതാണ് 0.45 മീറ്റർ സ്ക്വയർ പെർ 100 ആണോ? അല്ല, 1000 kg ആണ്. അതാണ് പിഗിന്റെ ഡെൻസിറ്റി. ഇനി പോൾട്രിയുടെ കേസ് എടുത്ത് നോക്ക്. പോൾട്രിക്ക് എത്രയാ? 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 30 മീറ്റർ സ്ക്വയർ അല്ല. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. അപ്പൊ ഫ്ലോർ സ്പേസിന്റെ ഹൈറ്റ് എത്രയാണ്? 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന പോൾട്രിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോർ സ്പേസ്. ഇനി വാട്ടർ എടുക്കുവാണ്. വെള്ളം എത്ര കൊടുക്കണം? അവൈലബിലിറ്റി ഓഫ് പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത് 10 ലിറ്റർ പെർ കിലോ. അതായത് ഡ്രസ് ചെയ്ത കർക്കാസിനാണെങ്കിൽ, ഡ്രസ്സിങ് ചെയ്ത കർക്കാസിന് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വെള്ളത്തിന്റെ അളവ് 10 ലിറ്റർ ആണ് ഒരു കിലോയ്ക്ക്. 10 ലിറ്റർ വെള്ളം വേണം. ഓക്കെ, അതായത് 10 ബോട്ടിൽ വെള്ളം വേണം. 1 ലിറ്റർ അല്ലേ ഒരു ബോട്ടിൽ, അങ്ങനെ കണക്കാക്കിയ. അപ്പൊ 10 ലിറ്റർ ആണ് വെള്ളം വേണ്ടത്. എന്നാല് കാറ്റിൽ യൂണിറ്റിനാണെങ്കിൽ 1000 to 1200 ആണ്. ആ കാറ്റിൽ യൂണിറ്റ് ഒരു ആവറേജ് ആക്കി അവരെടുത്തതാ, 1000 to 1200. മെയിൻ ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ ലാർജ് അനിമൽസ് എടുത്താൽ 1000. പിഗ് എടുത്താല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിഗ് എന്ന് പറയുമ്പോൾ 45 കിടന്ന് കറങ്ങും. നേരത്തെ ഡെൻസിറ്റിയുടെ കേസ് പറഞ്ഞപ്പോൾ 0.45 വന്നു. ഇതാ ഇവിടെ കണ്ട 450 വന്നു. അപ്പൊ 450 ലിറ്റർ ആണ് പിഗിന്റെ കേസിൽ വാട്ടർ കൺസംഷൻ. പിഗ് ഒരു മീഡിയം സൈസ് അനിമൽ ആണെന്ന് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മീഡിയം സൈസിനും പിഗിനും എല്ലാം ഒരേ വാല്യൂ 450 ലിറ്റർ ആണേ. എന്നാല് ലാർജ് അനിമൽസ് പറഞ്ഞു 1000 ലിറ്റർ. ഇനി സ്മോൾ സൈസിന് എത്രയാണ്? ചെറുതല്ലേ, 100 ലിറ്റർ ആണ് ഈ ചെറുതിന് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? 100 ലിറ്റർ ആണ് കൊടുക്കേണ്ടത്. എന്നാല്
വാട്ടർ പൈപ്പ് ലൈനിന്റെ പ്രഷർ പറയുന്നുണ്ട്. എത്ര പ്രഷറാണ് പറയുന്നത്? അതെങ്ങനെ കിട്ടും സാർ? പ്രഷർ 20 PSI. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ഓസ് എടുക്കുക. ഓസിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ് ഓസ് ഇരിക്കുന്നത്. ഓക്കെ, ആ ഓസിന് ഇതിലെ കൂടെ ഹോളുണ്ട്, പിന്നെ ഇപ്പുറത്തൂടെ ഹോൾ വന്നില്ലേ, രണ്ടെണ്ണം ഇല്ലേ? അപ്പൊ 20 PSI ആണെന്ന് കിട്ടും വാട്ടർ പൈപ്പിന്. 20 PSI അല്ല, 2000 PSI എന്ന് വെച്ചാൽ കീറിപ്പോവും. ഓക്കെ, നിങ്ങൾ ഇറച്ചി കട്ട് ചെയ്യേണ്ടി വരത്തില്ല. അപ്പൊ 20 PSI ആണ്. ഇനി ഹോട്ട് വാട്ടറിന്റെ ഒരു അളവ് എത്ര ഡിഗ്രി തിളപ്പിക്കല്ലേ? ഹോട്ട് വാട്ടർ നമ്മള് തിളപ്പിക്കാത്ത ഒരു കാര്യം പറയാം, നോട്ട് ലെസ് ദാൻ 82 ഡിഗ്രി സെൽഷ്യസ്. 100 ആയാൽ തിളച്ചു പോയി, വെള്ളം ചൂടായി, പിന്നെ നിങ്ങൾ മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ കറി ആക്കിയാൽ മതി. പക്ഷെ അതുകൊണ്ടാണ് 82 എന്നാണ് പറയുന്നത്. 82 ഡിഗ്രി സെൽഷ്യസ്, ലെസ് ദാൻ 82 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോൾഡ് പോർട്ടബിൾ വാട്ടർ ആണെങ്കിൽ ഓക്കെ ആണ്. നോൺ പോർട്ടബിൾ വാട്ടർ സപ്ലൈ ഫോർ സ്റ്റീം. പോർട്ടബിൾ വാട്ടർ, നോൺ പോർട്ടബിൾ വാട്ടർ എന്നൊക്കെ ഈ വാട്ടറിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. സ്റ്റീമിന് യൂസ് ചെയ്യേണ്ടത് നോൺ പോർട്ടബിൾ വാട്ടർ ആണ്, എന്നുവെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാത്ത ആ വെള്ളമാണ്. ഇനി കോൾഡ് പോർട്ടബിൾ വാട്ടറും പറയുന്നുണ്ട്. ഹോട്ട് പോർട്ടബിൾ വാട്ടർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 82 ഡിഗ്രി സെൽഷ്യസ്, 82 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. കാരണം നിങ്ങളെ ഇറച്ചി വെന്തു. അപ്പൊ 8ന്റെ പണി കിട്ടും. ആർക്ക്? നിങ്ങൾക്കും കിട്ടും, ആ ഇറച്ചിക്കും കിട്ടും. രണ്ടായി. നിങ്ങള്, ഞാൻ എന്ന് വെച്ചാല് ആ ഇറച്ചി ഞാനും, 2. 8ന്റെ പണി 82. അപ്പൊ 82 നോട്ട് ലെസ് ദാൻ 82, നോട്ട് ലെസ് ദാൻ അല്ല, ലെസ് ദാൻ 82 ആണ്. ഓക്കെ, ഇനി അടുത്ത ആവറേജ് വാട്ടർ കൺസംഷൻ. നമ്മൾ ആവറേജ് വാട്ടർ കൺസംഷൻ പറയുന്നുണ്ട്. എവിടെയാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ? മെയിൻ ആയിട്ട് ആവറേജ് നമ്മൾ ഹോൾഡിംഗ് പെൻ അല്ലെങ്കിൽ ലൈറേജ്. ലൈറേജ് എന്താണെന്ന് അറിയാമല്ലോ, എവിടെയാണ് ഇതൊക്കെ റെസ്റ്റ് ചെയ്യുന്ന അവിടെ നമുക്ക് 10% മതി. ഓക്കെ, എന്നാൽ സ്ലോട്ടർ ഡ്രസ്സിംഗ്, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വേസ്റ്റ് കഴുകി കളയാനാണ്. ഓഫലിന്റെ അവിടെ 25%, സ്ലോട്ടർ ഡ്രസ്സിംഗിൽ 20%, വാം വാട്ടർ ഫോർ സ്റ്റീമിൽ 5%, ചില്ലിങ്ങിൽ എത്ര? 8%, ക്ലീനിങ്ങിൽ 7%. അല്ലെങ്കിൽ ഈ തിളപ്പുള്ളവന്മാരൊക്കെ, ചില്ലിങ് എന്ന് വെച്ചാൽ തിളപ്പുള്ളവന്മാർക്കെല്ലാം 8ന്റെ പണി കിട്ടും. അപ്പൊ ചില്ലിങ് 8% കിട്ടും. ക്ലീനിങ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കഴിവുന്ന കണ്ടിട്ടുണ്ടോ? തൂത്ത് ഇങ്ങനെ കഴിവുമ്പോ എങ്ങനെ 7 പോലെയല്ലേ നിൽക്കുന്നത്? അതാണ് 7%. പിന്നെ പറയുന്നത് വാം വാട്ടർ ഫോർ സ്റ്റീം. നിങ്ങൾ സ്റ്റീം ചെയ്യുന്ന, ഇങ്ങനെ തലയിൽ കൂടെ പുതപ്പൊക്കെ മൂടിയിട്ട് സ്റ്റീം ചെയ്യുന്നത്, ഇതാ കണ്ടോ, എത്രയാ കാണുന്ന? 5 അല്ലേ? അപ്പൊ 5% ആണ്. അപ്പൊ അത് കിട്ടി. ഇനിയുള്ളത് ഓഫൽ. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ വെള്ളം കൺസംഷൻ ചെയ്യുന്നത് ഓഫലാണ്, 25%. എന്നാൽ ഈ പറയുന്ന നമ്മുടെ ഏതാണ്, നമ്മുടെ സ്ലോട്ടർ ആൻഡ് ഡ്രസ്സിങ്ങിന് 20% മതി. അപ്പൊ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഓഫലിന്റെ അവിടെ. ഹോൾഡിംഗ് പെൻ അല്ലെങ്കിൽ ലൈറേജിന്റെ അവിടെ 10% മതി. അപ്പൊ അത്രയാണ് നമ്മുടെ വാട്ടർ കൺസംഷൻ. വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല വാട്ടർ കൺസംഷൻ അവിടെ. മെയിൻ ആയിട്ട് മീഡിയം സൈസിന് എത്ര വേണം? 450 ലിറ്റർ. എത്ര വേണം സ്മോൾ സൈസ്? 100. എത്ര വേണം ലാർജ് സൈസ്? 1000. ആണോ? അപ്പൊ അത്ര ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്ര വേണം? ലൈറ്റിന്റെ ഇന്റൻസിറ്റി നോക്കിയാൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആ സ്ഥലത്തായിരിക്കണം ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചില ഡോക്ടർമാരുണ്ട്, ഇവിടെ അല്ലാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലല്ലേ? ആണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് ആലോചിച്ചാൽ കിട്ടും. അവിടെ നമ്മുടെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത് ആരെയാണ്? ഇവിടെ ആടിനെയാണോ അല്ലെങ്കിൽ ഇവിടെ പശുവിനെയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു കൈ വെച്ച് ഇങ്ങനെ കീറിയല്ലേ? അപ്പൊ ഈ കയ്യിൽ എത്രയുണ്ട്? 5 ഉണ്ട്. അപ്പൊ 5 കിട്ടി. പിന്നെ 4 കാലി ജീവിയല്ലേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന, അപ്പൊ 4 കിട്ടി. അപ്പൊ 540 ലക്സ് ആണ് ഈ പറയുന്ന ഇന്റൻസിറ്റി ലൈറ്റിന്റെ. അപ്പൊ അല്ലെങ്കിൽ 50 ഫൂട്ട് കാൻഡിൽസ് എന്ന് പറയുന്നുണ്ട്. 50 ഫൂട്ട് കാൻഡിൽസ്. നമ്മൾ മുട്ടിപ്പായി ഇരുന്ന് പ്രാർത്ഥിക്കില്ലേ സർജറി ഒക്കെ ആണെങ്കിൽ, നേരെ 50 മെഴുകുതിരി കത്തിച്ചേക്കാം, എന്റെ പൊന്നു ദൈവമേ രക്ഷിക്കണേ. അപ്പോ അതാണ് ഈ പറയുന്ന ഇൻസ്പെക്ഷൻ ഏരിയ.
ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ചന്ദനത്തിരി കത്തിച്ചിരിക്കാൻ. അപ്പൊ 50 ക്യാൻഡിലിന് കിട്ടുമോ? കിട്ടും. ഇനി വർക്ക് ഏരിയയിൽ എത്ര വേണം? വർക്ക് ഏരിയയിൽ 220 ലക്സ് മതി. വർക്ക് ഏരിയയിൽ 220 വർക്ക് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 പണിക്കാരല്ലേ കാണുന്ന, അങ്ങനെ രണ്ട് പണിക്കാർ. അപ്പൊ 220 ലക്സ് കിട്ടും. അതിന്റെ പകുതിയായിരിക്കും ബാക്കിയുള്ള ഏരിയയിൽ. അതർ ഏരിയയിൽ 110 മതി. അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല അതർ ഏരിയ, എന്നാലും ഞാൻ പറയുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് 540 ലക്സ് ആണോ? അതെ, 540 ലക്സ് എവിടെയാ? ഇൻസ്പെക്ഷൻ ഏരിയ. ഇനി എക്വിപ്മെന്റ്സ് പറയുന്നുണ്ട്. ഓവർ ഹെഡ് വെയിറ്റ് ബ്രിഡ്ജസ്. ഓവർ ഹെഡ് വെയിറ്റ് ബ്രിഡ്ജസ്. ആദ്യം പറയുന്ന ഓവർ ഹെഡ് വെയിറ്റ് ബ്രിഡ്ജ്. ഇങ്ങനെ പൊക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ഈ വെയിറ്റ് ബ്രിഡ്ജ് ഓവർ വെയിറ്റ് മറ്റേ ഇതിന്റെ അകത്തൊക്കെ അല്ലേ കാറൊക്കെ കഴുകാൻ വേണ്ടി പൊക്കുന്ന പോലത്തെ സാധനം. ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റണ്ണിങ് പെൻ. ഇങ്ങനെ ഇടത്തില്ലേ, അതിനെ കൊണ്ട് ഇടുന്ന സാധനം. പിന്നെ സ്റ്റണ്ണിങ് എക്വിപ്മെന്റ്സ്. സ്റ്റണ്ണിങ് എക്വിപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൺ ചെയ്യാൻ കണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ബീഫ് ട്രീ എന്ന് പറഞ്ഞാല് ഈ ബീഫിനെ എല്ലാം നമ്മൾ അറുത്ത് ആല വൃത്തി കുട്ടപ്പനാക്കി ഇങ്ങനെ തൂക്കി ഇടും. അതാണ് ബീഫ് ട്രീ. ബീഫ് ട്രീ. പിന്നെ അവിടെ ഹുക്ക് ഉണ്ട്, ഈ ഹുക്കിലാണ് തൂക്കുന്നത്. ഇലക്ട്രിക് ഹൈഡ് റിമൂവേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പന്നിയുടെ അത്ര സിമ്പിൾ ആയിട്ട് രോമം പോകത്തില്ല, അതിനാണ് ഇലക്ട്രിക് ഹൈഡ് റിമൂവേഴ്സ്. ഇനി ടെയിൽ പുള്ളേഴ്സ്, ടെയിൽ വലിക്കാനുള്ളത്. പിന്നെ ഹോട്ട് വാട്ടർ സ്പ്രേസ്. ഞാൻ പറഞ്ഞല്ലോ ഹോട്ട് വാട്ടർ സ്പ്രേസ് യൂസ് ചെയ്യും. അവിടെ വാട്ടർ ഹോട്ടിനെ പറ്റി നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അവിടെ ഒരു 82 ആണോ 82 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ പറയുന്നുണ്ട്. അതും നിങ്ങൾ മറക്കല്ലേ. ഇനി പിഗിന്റെ കേസ് എടുത്ത് നോക്ക്. പിഗിന്റെ സ്ലോട്ടറിങ് എടുക്കുവാണെങ്കിൽ ഗേഷ്യസ് സ്റ്റണ്ണിങ് ഉണ്ട്, കാരണം നമ്മുടെ പന്നിക്കുട്ടൻ അടങ്ങി കിടക്കല്. അടുത്ത പിഗ് ട്രാപ്സ് വേണം, പിഗിനെ ട്രാപ്പ് ചെയ്യാനുള്ള സ്ഥലം വേണം. സ്കാൾഡിങ് റിമൂവ് ചെയ്യാൻ, ഡീഹെയർ ചെയ്യാൻ, അതിനൊക്കെ ഉള്ള മെഷീനറികൾ വേണം. ഇനി കൺസ്ട്രക്ഷൻ. ഈ നമ്മുടെ സ്ലോട്ടർ ഹൗസിന്റെ കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ അതിന്റെ ഹൈറ്റ് മിനിമം 5 മീറ്റർ ആവണം. അതെങ്ങനെ കിട്ടും സാർ ഹൈറ്റ്? നിങ്ങൾ ഇങ്ങനെ കൈപൊക്കി നോക്കില്ലേ ഹൈറ്റ് മുട്ടുന്നുണ്ടോന്ന്? അപ്പൊ ഈ കൈ പൊക്കുമ്പോ ഇങ്ങനെയല്ലേ മുക്കുന്നത്? അപ്പൊ ഇത് 5 അല്ലേ? 5 മീറ്റർ ആണ്. അപ്പൊ 5 മീറ്റർ ഒന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പറയുന്നത് ഡോർവേസ് ആൻഡ് ഡോർസ്. ഡോർവേസ് എന്താണ്? ഡോറിന്റെ അതിന്റെ മുമ്പുള്ള ഒരു സാധനം, ഡോറ് തുറക്കുന്നത്. അപ്പൊ ഡോർവേസും ഡോറും 2.5 ആണ്. കാരണം എന്താണ്? 5 മീറ്റർ ഹൈറ്റ് പറഞ്ഞില്ലേ. അപ്പൊ ഈ പറയുന്ന സാധനം അതിനെക്കാട്ടിയും കുറവായിരിക്കണം. അപ്പൊ അതിന്റെ പകുതി മതി, 2.5 മീറ്റർ ആണ്. എന്നാൽ അതിന്റെ വൈഡ് 2.5 മീറ്റർ ഹൈറ്റേ പാടുള്ളൂ. 5 അടി ഹൈറ്റ് ഉള്ളതിന് നിങ്ങൾ കട്ടള എന്തോ അത്രയും ഹൈറ്റിൽ പണിയോ? ഇല്ല, അതിന്റെ പകുതി ഹൈറ്റ് മതി. അപ്പോൾ 2.5 കിട്ടും. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5. ഈ 1.5 2.5 ആ 0.5ന്റെ ഒരു കളിയാ. അപ്പൊ 2.5 1.5 വൈഡ് ആയിരിക്കും. ഇനി പറയുന്ന ഡ്രെയിനേജ്. ഏത് ഡ്രെയിനേജ് ആണെങ്കിലും ഇൻലെറ്റ് ഫോർ ഈച്ച് 37 മീറ്റർ സ്ക്വയർ ഓഫ് ഫ്ലോർ സ്പേസ് സ്ലോപ്പ് ഓഫ് 20 മില്ലിമീറ്റർ. അതായത് ഡ്രെയിനേജിന്റെ ഇൻലെറ്റ് 37 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഡ്രെയിനേജ് വരുന്ന ആ ഇൻലെറ്റ് 37 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതിന്റെ ഫ്ലോർ സ്പേസിന്റെ ഇങ്ങനെ ഒഴുക്കി വിടണ്ടേ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് 20 ആണ്. എങ്ങനെ ഒഴുക്കുന്ന? നമ്മളൊരു വെള്ളം ഇങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ ഇത് ഒഴുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കണം. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട്? 5 10 2 ഉണ്ടല്ലോ. ഇത് ഇത്രയും കൊണ്ട് പറ്റില്ലല്ലോ, ഒരു 2 കൈയും കൂടെ വേണം. അപ്പൊ 20 കിട്ടും. അപ്പൊ അങ്ങനെയാണ് 20 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നത്. മില്ലിമീറ്റർ ആണ്, വളരെ ചെറിയ വാല്യൂ ആണ് പെർ മീറ്റർ. ആദ്യം പറഞ്ഞത് ഡ്രെയിനേജിന്റെ ഇൻലെറ്റ് ആണ്. ഡ്രെയിനേജ് ഇൻലെറ്റ് എത്ര കിട്ടണം? 37 കിട്ടണം. 37 മീറ്റർ സ്ക്വയർ എന്നാണ് ഡ്രെയിനേജ് ഇൻലെറ്റ് കിട്ടുന്നത്. ഈ ഡ്രെയിനേജിന്റെ അകത്ത് 8 ലെറ്റർ ഉണ്ട്. DRAINAGE 8 ലെറ്റർ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഡ്രെയിനേജിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ശരിക്കും 37 മീറ്റർ സ്ക്വയർ ആണ് ഇൻലെറ്റ്. അവര് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ആ ഫ്ലോർ സ്പേസിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും? അത് 20 ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, അത് 2 തവണ. അവിടെ മില്ലിമീറ്റർ ആണ്, ഒരിക്കലും മീറ്റർ ആയിട്ട് ചിന്തിക്കില്ല. മില്ലിമീറ്റർ പെർ മീറ്റർ എന്നാണ്. ഓക്കെ. ഇനി ലേ ഔട്ട്. എങ്ങനെ നമ്മൾ ലേ ഔട്ട് ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഫസ്റ്റ് പറഞ്ഞ റിസപ്ഷൻ ഉണ്ടാവണം. ഈ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും
കേരളത്തിലെ ഒട്ടുമിക്ക അറവശാലയിലും ഇല്ല. ആദ്യം പറഞ്ഞേക്കുന്ന റിസപ്ഷൻ. റിസപ്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി ലൈറേജ്, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ആന്റി മോർട്ടം. ആന്റി മോർട്ടം എന്ന് വെച്ചാൽ എന്താ? ആന്റി മുന്നേ. ആന്റി മുന്നേ എന്ന് വെച്ചാൽ ഈ കൊല്ലുന്നതിന് മുന്നേ ചെയ്യുന്നത്. ഇനി സ്റ്റണ്ണിങ് ഓർ സ്ലോട്ടർ, അതുണ്ട്, സ്റ്റണ്ണിങ് സ്ഥലമുണ്ട്. ഇനി ബ്ലീഡിങ്, രക്തം പോകാനുള്ള സ്ഥലമുണ്ട്. ഹോൺ റിമൂവൽ, കൊമ്പ് റിമൂവ് ചെയ്യുന്ന സ്ഥലം. ഈ വിസറേഷൻ, വിസറൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. കർക്കാസ് വാഷിംഗ്, കർക്കാസിനെ കഴുകുന്ന സ്ഥലം. കോഴി എടുത്തു നോക്ക്, അവിടെ കഴുകുന്ന സ്ഥലമില്ല. ഇനി റെഡ് ഓഫൽ റിമൂവൽ, റെഡ് ഓഫൽ ആയിട്ടുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യുന്ന. കർക്കാസ് സ്പ്ലിറ്റിംഗ്, കർക്കാസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലം. കർക്കാസ് വാഷിംഗ്, കർക്കാസിനെ വാഷ് ചെയ്യുന്ന സ്ഥലം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലം. കർക്കാസിനെ സ്പ്ലിറ്റ് ചെയ്ത് വാഷ് ചെയ്യുന്ന വെച്ചാൽ തീർന്നു, ഇനി പോസ്റ്റ്മോർട്ടമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം, പിന്നെ അവസാനം ഒരു ഫ്രീസറും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ലേ ഔട്ട് ആയിട്ട്. പിന്നെ ഡീഹൈഡിങ്, റിമൂവ് ചെയ്യുന്നത്, അതുപോലെ ഹെഡിനെ റിമൂവ് ചെയ്യുന്ന സ്ഥലം. ഇത്രയും സ്ഥലങ്ങളാണ് ലേ ഔട്ട്. ഇനി പറയുന്ന റിസപ്ഷൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെൻ. എന്താണ് റെസ്റ്റിംഗ് പെൻ? റെസ്റ്റിംഗ് പെന്നും നിങ്ങളുടെ ലൈറേജുമായിട്ട് തെറ്റല്ല. ലൈറേജ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്റ്റിംഗ് പെൻ. ഈ ലൈറേജ് എന്ന് പറയുമ്പോൾ റെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ മണ്ടന്മാര് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ലൈറേജ് റെസ്റ്റിംഗ് പെൻ അല്ല. ലൈറേജ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് പെൻ ആണ്. ലൈറേജ് ഹോൾഡിംഗ് പെൻ ആണ്. റിസപ്ഷൻ ആണ് റെസ്റ്റിംഗ് പെൻ. അതെങ്ങനെ ഓർക്കുമെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. എന്ന് ആലോചിച്ചാൽ കിട്ടും. റെസ്റ്റിംഗ് പെൻ ഫോർ റിസപ്ഷൻ. അതുപോലെ ലൈറേജിന്റെ കേസ് എടുത്താൽ ഹോൾഡിംഗ് പെൻ ആണ്, ലൈലയുടെ പേന്. അപ്പൊ ലൈറേജ് ഹോൾഡിംഗ് പെൻ ആണെന്ന് കിട്ടും. ഇനി എന്താണ് റിസപ്ഷൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെൻ? അല്ലെ, റെസ്റ്റിംഗ് പെൻ എന്ന് വെച്ചാൽ ഓഫ് ലോഡ്, അവിടുത്തെ പ്രത്യേകതകളാണ് പറയുന്നത്. ആ ഓഫ് ലോഡ് ചെയ്യുന്ന ഡോക്ക്, ആ ഇറക്കുന്ന ആ ഡോക്കില് എത്ര ഹൈറ്റ് വേണം? 1.2 മീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത്. ടു പെർമിറ്റ് കെയർഫുള്ളി, നമ്മൾ കെയർ ആയിട്ട് അതിനെ ഓഫ് ലോഡ് ചെയ്യണം. അവിടുത്തെ സ്ലോപ്പ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ഥലം. അവിടുത്തെ സ്ലോപ്പ് സാധാ മൃഗങ്ങൾക്ക് 30-ഉം പന്നി എടുക്കുമ്പോ 20-ആണ്. ആ 20 എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീട്ടിൽ 2 പന്നിയുടെ മക്കൾ, 2 കിഡ്സ്, നിങ്ങളുടെ മക്കളല്ല, നിങ്ങള്, നമ്മൾ 2 പന്നികളെ ഒരു വീട്ടിലുള്ളൂ. അപ്പൊ 20 കിട്ടും. അതാണ് അവിടുത്തെ റാമ്പ് ആംഗിൾ അല്ലെങ്കിൽ അൺലോഡിങ് യൂണിറ്റിന്റെ ഒപ്റ്റിമം ആംഗിൾ എന്നൊക്കെ പറയുന്നത്. പന്നി എടുത്താൽ 20, ഇനി ഒന്നുമില്ല. അതുപോലെ 0.45, പന്നിയുടെ കേസ് 0.45. അതുപോലെ 450, ഇമ്പോർട്ടന്റ് ആണ്. 450 ലിറ്റർ, നേരത്തെ പറഞ്ഞ 0.45 എന്ന് പറയുന്ന ആ വാല്യൂ മറക്കരുത് പന്നിയുടെ കേസ്, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഇനി അടുത്ത പറയുന്നത് റൂഫ്. നമ്മൾ ഈ പറയുന്ന റിസപ്ഷന്റെ റൂഫ് എന്തുകൊണ്ടുണ്ടാക്കണം? സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കണം. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കവർ ഉണ്ടാക്കിയേക്കുന്ന, അതായത് അബാറ്റോയറിന്റെ വാളൊക്കെ കവർ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ SS304. അവിടെ ഏതൊക്കെ ജീവികൾ വരും? നിങ്ങൾക്ക് 3 കാലുള്ള ജീവി ഇല്ല. പക്ഷെ നിങ്ങളുടെ നല്ല ഒരു സ്റ്റീൽ വെച്ചല്ല പണിഞ്ഞെങ്കിൽ നിങ്ങളുടെ ലൈഫ് 3G ആവും. ആർക്ക് വേണ്ടിയാ 3G ആയ? 4 കാല് ജീവികൾക്ക് വേണ്ടിയല്ല. 3G ആവുമ്പോ എപ്പോഴും വട്ടപൂജ്യം അല്ലേ? 3 വട്ടപൂജ്യം, പിന്നെ 4 കാല് ജീവി. അതാണ് SS304, സ്റ്റെയിൻലെസ് സ്റ്റീൽ 304. ഇനി അടുത്ത പറയുന്നത് വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇവിടുത്തെ കേരളത്തിൽ അവിടെ വെറ്റിനറി ഡോക്ടറിനെ അറവശാല? ഇല്ല. അപ്പൊ ഈ പറയുന്ന റിസപ്ഷനിലായിരിക്കണം വെറ്റിനറി ഡോക്ടർ ഉണ്ടാവേണ്ടത്. അല്ലാതെ ലൈറേജിലല്ല പശു ഉറങ്ങുന്നിടത്ത് വെറ്റിനറി ഡോക്ടർ അപ്പുറത്ത് മാറിക്കിടന്ന് ഉറങ്ങും, അതല്ല. അപ്പോ ലൈറേജിന്റെ അകത്താണോ? അല്ല. ഇവരെവിടെയാണുള്ളത്? റിസപ്ഷനിൽ. അല്ലെ റെസ്റ്റിംഗ് പെന്നിൽ വേണം വെറ്റിനറി ഡോക്ടർ. എവിടെ എക്സാമിൻ ചെയ്യുന്നത്? ഇവർ എക്സാമിൻ ചെയ്യുന്നത് മിനിമം 1 മണിക്കൂറിൽ എത്ര അനിമൽസ്? 12. ഇവരെന്താ കോഴിയോ? മുട്ടയിടുന്ന പോലെ 1 ഡസൻ. അപ്പൊ 12 പേരെയാണ് 1 മണിക്കൂറിൽ നോക്കേണ്ടത്. അതുപോലെ നോട്ട് മോർ ദാൻ 96. 96 എന്ന് വെച്ചാല് 12 × 4 ആണോ? അതെ, 4 സെഷൻ ആയിട്ട് ഇവർക്ക് നോക്കാൻ പറ്റൂ. കാരണം തീറ്റിയാണ്, 4 നേരം തീറ്റിയാ അവര്. അപ്പൊ 96 കിട്ടും. 96 മേലെ അവർ നോക്കത്തില്ല. ഇനി അടുത്ത ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ. ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ ആന്റി മുന്നേ എന്ന് വെച്ചാൽ എന്തുവാ? മൃഗത്തിന് മുന്നേ, മൃഗത്തിനെ കൊല്ലുന്നതിന് മുന്നേ. മൃഗത്തിനെ എത്ര മണിക്കൂർ മുമ്പ് കൊല്ലണം? അത് എപ്പം നടക്കണം?
ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 12 തൊട്ട് 24 മണിക്കൂർ മുമ്പെയാണ് ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത പറയുന്നത് ലിംഫ് നോഡ് എക്സാമിനേഷൻ. നമ്മൾ ലിംഫ് നോഡ് എക്സാമിൻ ചെയ്യണം. എന്താ ലിംഫ് നോഡ്? ഈ കാണുന്ന ഈ ഭാഗത്തല്ലേ അറക്കുന്നത്. അപ്പൊ അവിടെ ലിംഫ് നോഡ് എക്സാമിൻ ചെയ്യുന്ന എന്തിനാ? ചുമ്മാ സാർ ഒരു രസമല്ലേ ലിംഫ് നോഡൊക്കെ നമുക്ക്. അതല്ല, നമ്മൾ ലിംഫ് നോഡ് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഈ മീറ്റ് അൺഫിറ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതാണ് ലിംഫ് നോഡ് എക്സാമിനേഷൻ. ഇനി അടുത്ത ഡിസ്പ്ലേ ബോർഡ് അറ്റ് എൻട്രി പോയിന്റ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഏത് കോഴിക്കടയിലും ഒരു ചെറിയ സ്ലേറ്റ് ബോർഡിൽ 54, 100, 105 എന്നൊക്കെ ഉള്ള ബോർഡ് കാണും. അത് ഈ റിസപ്ഷനിൽ കാണും. ഓൾ സ്റ്റോക്ക് മസ്റ്റ് ബി ഹാൻഡിൽ ജെന്റ്ലി ആൻഡ് ക്വയറ്റ്ലി. എല്ലാ സ്റ്റോക്കിനെയും വളരെ കാമായിട്ട്, അല്ല പോ പന്നി പോ പട്ടി എന്ന് പറയുന്ന പോലെയല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം അൺലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ക്ലിയർ ആണോ? ഇനി പറയുന്നത് ലൈറേജ് അല്ലെങ്കിൽ ഹോൾഡിംഗ് പെൻ. ലൈറേജ് എന്ന് പറയുന്നത് കീപ് 2 to 3 days ഫോർ സ്ലോട്ടർ. സ്ലോട്ടറിന് വേണ്ടി നമ്മൾ എത്ര ദിവസം വെക്കണം? 2 തൊട്ട് 3 ദിവസം. ഇനി ലൈറേജ് എവിടെയായിരിക്കണം? ആദ്യം ഫ്രണ്ടിൽ. എല്ലാ മൃഗങ്ങളെ ഇങ്ങനെ നിരത്തി അല്ല, ലൈറേജ് ഈ റിസപ്ഷന് ശേഷമാണ്, എന്നാൽ അറക്കുന്നതിന് മുമ്പ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ പാവ മൃഗങ്ങൾ ഇങ്ങനെ ഉറങ്ങുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മിനിമം റെസ്റ്റിംഗ് പീരീഡ് അനിമൽസിന്റെ എത്രയായിരിക്കണം? 24 മണിക്കൂർ. അപ്പൊ ആന്റി മോർട്ടം ഇൻസ്പെക്ഷനോ 12 തൊട്ട് 24 മണിക്കൂർ. ഇനി ഇവർക്ക് നല്ല ഫുഡും വെള്ളവും കൊടുക്കണം. ഇനി സ്ലോട്ടർ അറുക്കുന്നതിന് 12 മണിക്കൂർ മുമ്പേ തന്നെ ഇവരെ ഫീഡ് ചെയ്യുന്ന നിർത്തണം, തീറ്റിക്കുന്നത്, ഇല്ലെങ്കിൽ അത് മൊത്തം അവിടെ വരും. ഓക്കെ. ഇനി സെപ്പറേറ്റ് ലൈറേജ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് അനിമൽസ്. പാവ ആട്ടിൻകുട്ടിയെ പന്നിക്കുട്ടി കൊണ്ട് ഇടരുത്, പിന്നെ ആട്ടിൻകുട്ടിയെ കാണാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഹീറ്റ്. ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം, കോൾഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം, റെയിനിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. ലാർജ് അനിമൽസിനെ നമുക്ക് എത്ര ദിവസം വരെ വെക്കാം? 2 days. സ്മോൾ അനിമൽസ് ആണെങ്കിലോ ഒറ്റ ദിവസം വെക്കാൻ പാടും, ഒറ്റ ദിവസം. വലിയ മൃഗങ്ങളാണെങ്കിൽ 2 ദിവസം വെക്കാം. ലൈറേജിൽ എത്ര ദിവസം വെക്കണം എന്ന് പറയുന്നത്. അല്ല നിങ്ങൾ ഈ കാണുന്ന പോലെ അടുത്ത പെരുന്നാളിനെ ഇതിനെ വെക്കൂ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. 2 ദിവസം വലിയ അനിമൽസിനെ, 1 ദിവസം ചെറിയ അനിമൽസിനെ. ഇനി അടുത്ത പറയുന്നത് ലൈറേജ് ഈസ് എ പ്ലേസ് നിയർ ടു ദ സ്ലോട്ടർ ഹാൾ ടു ഗീവ് റെസ്റ്റ് പ്രയർ ടു സ്ലോട്ടർ. സ്ലോട്ടറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയുന്ന ലൈറേജ് എന്ന് പറയുന്നത് എന്താ? നിയർ ടു ദ സ്ലോട്ടർ ഹാൾ. നമ്മൾ അവിടെ എന്താ റെസ്റ്റ് ചെയ്യുന്ന, റെസ്റ്റിന് കൊടുക്കുന്ന സ്ഥലം. അത് തന്നെ കുറച്ച് വൃത്തിക്ക് പറഞ്ഞേക്കുന്നു. പീരിയഡ് ഓഫ് റെസ്റ്റ് ബിഫോർ സ്ലോട്ടർ ഹാസ് മാർക്ക് ദ ബെനിഫിഷ്യൽ എഫക്ട് ഓൺ ദ മീറ്റ് ആൻഡ് സബ്സിക്വന്റ് മാർക്കറ്റബിലിറ്റി ഓഫ് ദ കർക്കാസ്. നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുപ്പിച്ചിട്ടുള്ള മീറ്റാണ് ഏറ്റവും നല്ല ഇറച്ചി എന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും അങ്ങനത്തെ കട കണ്ടിട്ടുണ്ടോ? നേരെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു, അറക്കുന്നു, തിന്നുന്നു, അറക്കുന്നു, തിന്നുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചിക്ക് ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾ കുറച്ച് ഒരു ദിവസം വെച്ച് അവരെ പരിപാലിച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. അതുകൊണ്ടാണ് മിക്കവാറുള്ള പെരുന്നാളിനെല്ലാം തലേ ദിവസമേ ഇറച്ചി സേവ് ചെയ്യുന്നത്. അതിന് മുമ്പേ അവർ അറക്കും, തലേ ദിവസം വാങ്ങിക്കും, പിന്നെ അറക്കും. ഇത് തന്നെ പണി. ഓക്കെ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്താൽ നല്ല മീറ്റ് കിട്ടും. ഇനി അടുത്തത് കൺസിസ്റ്റ് ഓഫ് പെൻസ് ഫോർ ലൈവ് അനിമൽസ്. എന്തുണ്ടായിരിക്കണം? പെൻസ്. എന്താ നിങ്ങൾ എല്ലാ മൃഗത്തിനും പേന കൊടുക്കണമെന്നാണോ പറയുന്നത്? അല്ല, പെൻസ് ഉണ്ടായിരിക്കണോന്ന് വെച്ചാൽ എന്താ? പെൻസ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഒരു സാധനം ഇങ്ങനത്തെ സ്ക്വയർ, അതിൻ്റെ അകത്ത് ലൈവ് അനിമൽസിനെ സൂക്ഷിക്കാൻ പറ്റും. ഇനി പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം വന്ന സെക്ഷനാണ് പെൻ സൈസ്. പെന്നിന്റെ സൈസ് എത്രയായിരിക്കണം കാറ്റിലിന്? അതുപോലെ ഷീപ്പിന് എത്രയായിരിക്കണം? പിഗിന് എത്രയായിരിക്കണം? അതാണ് പറയുന്നത്. കാറ്റിലിന്റെ കേസ് തന്നെ എടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാറ്റിലിനെ നോക്കുമ്പോൾ ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂസ് എന്ന് പറയുന്നത് 2.3 to 2.8 മീറ്റർ സ്ക്വയർ പെർ അനിമൽ. ലൂസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ? വയറിളകുന്നത്. വയറിളകുമ്പോ രണ്ടെന്നല്ലേ പറയുന്നത്? 2 പോണം. നിങ്ങൾക്ക് നല്ല കലശമായിട്ട് വയറിളകുന്ന രാത്രി എത്ര മണിക്കാ? നിങ്ങൾക്ക് 3 മണി തൊട്ട്
8 മണി രാവിലെ വരെ വയറിളക്കുമായിരുന്നു. അതാണ് 2.3 to 2.8. അപ്പൊ അത് കിട്ടും ലൂസ്. ആ ലൂസ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, അഴിച്ചു വിട്ടേക്കുന്നത്. എന്നാൽ ഇവിടെ ടൈ ചെയ്തേക്കുന്ന കാറ്റിലാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കെന്ന് പറയുന്നത് 3.25 മീറ്റർ സ്ക്വയർ എന്നാണ് ടൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ ടൈ ചെയ്തേക്കുന്നവർക്കാണെങ്കിൽ 3.25 ആണ്. മനസ്സിലായോ? അതെങ്ങനെ കിട്ടും 3.25? ഭയങ്കര ബുദ്ധിമുട്ട് സാർ, ഇതെന്തുവാ 3.25? വളരെ സിമ്പിളാ. നിങ്ങള് സാധാരണ ടൈ എന്ന് വെച്ചാൽ എന്താ? അഴിച്ചിടുന്ന ടൈ അല്ല. ടൈ എന്ന് വെച്ചാ കെട്ടുക. ആരെ കെട്ടിയ? പശുവിനെ. പശുവിനെ കെട്ടിയെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, പശുവിന് എവിടെയൊക്കെയാണ് കെട്ട് വീഴുന്നത്? ഒന്ന്, കഴുത്തില് സാർ. ആണോ? കഴുത്തി ഒന്നുണ്ട്, ഒന്ന് കൂട്ടി. ഈ മൂക്കിലില്ലേ, ഇപ്പുറത്തെ മൂക്കിലില്ലേ, അപ്പൊ 3 കിട്ടിയോ? 3 കിട്ടി. ആണ്. ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, പശുവുണ്ട്. അപ്പൊ 2 കിട്ടിയേ, 3.2 കിട്ടിയോ? ഇനി ലാസ്റ്റ് സാർ 5 എങ്ങനെ കിട്ടും? നിങ്ങൾ എങ്ങനെയാ പശുവിനെ പിടിക്കുന്ന? ഇങ്ങനെയല്ലേ? എത്രയുണ്ട്? 5 കിട്ടിയോ? അപ്പൊ 3.25 കിട്ടിയോ? അതാണ് 3.25. അപ്പൊ കിട്ടിയോ? ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3.25ഉം ലൂസ് ആണെങ്കിൽ 2.3 to 2.8. ഓക്കെ, ക്ലിയർ അല്ലേ? മീറ്റർ സ്ക്വയർ പെർ ആനിമൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റിൽ കഴിഞ്ഞു. ഇനി അടുത്ത പറയുന്ന ഷീപ്പ് ഗോട്ട്. ഷീപ്പ് ഗോട്ട്, ഷീപ്പും ഉണ്ട് ഗോട്ടും ഉണ്ട്. അപ്പൊ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഷീപ്പ് ഉണ്ട്, ഗോട്ടുണ്ട്. എവിടെയും നിങ്ങൾ കേട്ടു 5 ഷീപ്പ് 5 ഗോട്ട്. എവിടെ? ഒരു 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റിൽ നമ്മൾ അത് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് 5 എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവിടെ പറഞ്ഞത്? അല്ല, എന്തോ അഡീഷണൽ ഉണ്ട്. അപ്പൊ 5 നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒന്ന് അഡീഷണൽ അല്ലേ? ഷീപ്പ് മാത്രമല്ല, ഗോട്ടും ഇല്ലേ? അതാണ് 6 ആയി പോയത്. അതാണ് 0.56. അപ്പൊ 0.56 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ കിട്ടിയോ? കിട്ടി. അപ്പൊ ഷീപ്പും ഗോട്ടും 0.56 പെർ ആനിമൽ ആണ്. ഇനി അടുത്ത പിഗ്. പിഗ് എന്ന് വെച്ചാൽ എന്താണ്? പന്നി. പന്നിയുടെ കേസ് എടുത്താൽ 0.6 ആണ്. 0.6 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ. ചെറുത്, ചെറിയ പന്നി. വലുതെന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ളത് 0.74 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ. പന്നി ആലോചിക്കുമ്പോ എങ്ങനെ 6 കിട്ടും? ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. പന്നി നമ്മളെ 6ആയിട്ട് കൂട്ടാൻ പറ്റും. കാരണം പന്നിക്ക് 4 കാലേ ഉള്ളൂ. എങ്ങനെ? അതെങ്ങനെ ടാലിയാവുന്നില്ല. ടാലിയാക്കി തരാം. നമ്മൾ സാധാരണ പന്നി എന്ന് പറയുമ്പോൾ പന്നിക്ക് 4 കാലേ ഉള്ളൂ, ശരിയാ. പക്ഷെ പന്നിയുടെ മക്കളെ എന്ന് പറയുമ്പോൾ ഒരു 2 കാലം കൂടെ എക്സ്ട്രാ വരും. ആരാണ്? നിങ്ങൾ. അപ്പൊ 0.4 പ്ലസ് 0.2 ഈസ് 0.6. 0.6 കിട്ടും. നിങ്ങളതും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അപ്പൊ ചെറിയ പന്നിക്കുട്ടികളല്ലേ നിങ്ങൾ? അപ്പൊ സ്മോളിന്റെ കേസിലാണ് 0.6. അപ്പൊ 0.6 മീറ്റർ സ്ക്വയർ പെർ ആനിമലിന് കിട്ടും. ഇനി അടുത്ത പറയുന്ന ഹെവി, വലിയ പന്നിക്കുട്ടി. വലുതെന്ന് പറയുമ്പോ എന്തോ എക്സ്ട്രാ ഉണ്ട് അവന്. സംതിങ് ഇസ് ദയർ. നമ്മളായപ്പോ 0.6 ഉള്ളൂ, ഇവൻ എന്തോ എക്സ്ട്രാ ഉണ്ട്. എക്സ്ട്രാ നമുക്ക് വാലില്ല, പക്ഷെ അവനുണ്ട്. അതാണ് 0.7. 0.7 4 ജീവി, 0.74. അപ്പൊ 0.74 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ കിട്ടും. വളരെ വളരെ വെറ്ററിനറി സയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ ഇത് തെറ്റിക്കരുത്. കാരണം ഈ പറയുന്ന ക്വസ്റ്റ്യൻ വരും. ആദ്യം പറഞ്ഞത് കാറ്റിൽ. കാറ്റിലിന്റെ കേസ് എടുത്ത് നോക്ക്. കാറ്റിലിന് എത്രയാ ഞാൻ പറഞ്ഞത്? കാറ്റില് 2 ഓർക്കണം. ലൂസ് വരുമ്പോ 2.3 to 2.8. എന്നാൽ കാറ്റിൽ ടൈഡ് ആകുമ്പോഴോ? ടൈഡ് ആകുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്താ കിട്ടും. എങ്ങനെ? 3.25. അപ്പൊ 3.25 കിട്ടിയേ. ഇനി അടുത്ത പറയുന്നത് എന്തുവാ? അടുത്ത പറയുന്നത് ഷീപ്പും കോട്ടും. എന്തോ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഷീപ്പും കോട്ടും എന്ന് പറയുന്നത് 0.6 ആണോ? അല്ല, 0.56 ആണ്. എങ്ങനെ കിട്ടും? മറ്റേ 5 നേരത്തെ പറഞ്ഞില്ലേ, 0.5 ഉണ്ട്, ഷീപ്പും കോട്ടും ആയതുകൊണ്ട് 0.56. പിന്നെ പറയുന്നത് പിഗ്, ചെറിയ പന്നിക്കുട്ടികൾ. ചെറിയ പന്നിക്കുട്ടികൾ എങ്ങനെയാ നമ്മൾ ആലോചിച്ചത്? 0.6, നിങ്ങൾ ഉൾപ്പെടെ 0.6 ആയി. പിന്നെ ഉള്ളത് 0.74. 0.74 കിട്ടിയോ? അതുകൊണ്ട് നമ്മുടെ വാല്യൂസ് എല്ലാം കഴിഞ്ഞു. ഇനി പറയുന്നത് ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ. ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ ആന്റി മുന്നേ. ആന്റി മുന്നേ എന്ന് വെച്ചാൽ നമ്മൾ അറക്കുന്നതിന് മുന്നേ.
Animals have dried അല്ല died. Animals have died during transportation. പാവം. നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരെ എടുക്കണ്ട? ചത്ത മൃഗങ്ങളെ വേണം. ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത സമയത്ത് അത് ചത്തുപോയി. അപ്പൊ സ്ലോട്ടർ ചെയ്തില്ലല്ലോ, ചത്തുപോയില്ലേ? ഇനി അടുത്ത, അനിമൽസ് ആർ നോട്ട് സഫീഷ്യന്റ്ലി ക്ലീൻ. ഭയങ്കര വൃത്തിയില്ലാത്ത, കാരണം എന്തെങ്കിലും അസുഖം വന്നാലും നമുക്ക്. ഇനി അടുത്ത, പ്രഗ്നന്റ് അനിമൽസ്. തീർച്ചയായിട്ടും പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, എപ്പോഴും പ്രഗ്നൻസി നിങ്ങൾ മുമ്പേ കുറച്ച് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തില്ല? കൊച്ചു ശരിയാണോ, എല്ലാം ഓക്കെ ആണോ? അതുപോലെ എമാസിയേറ്റഡ്, വളരെ ക്ഷോഭിച്ച, എന്തോ പറ്റി. അതുപോലെ ഡെഡ് അനിമൽസ്, ചത്ത അനിമൽസിനെ നോക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ചത്തുപോയി, ട്രാൻസ്പോർട്ടേഷൻ. ഇമ്മെച്ചുവർ ആവാത്ത അനിമൽസ്, അവരെല്ലാം നമ്മൾ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ടെമ്പറേച്ചർ നോക്കും, പിന്നെ എന്തോ നോക്കും? റെസ്പിറേഷൻ നോക്കും, ലിംഫാറ്റിക് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് നോക്കും. 3 സാധനങ്ങളാണ്. ഒന്ന് ടെമ്പറേച്ചർ നോക്കും, ലിംഫാറ്റിക് സിസ്റ്റം നോക്കും, പിന്നെന്താണ്? പിന്നെ റെസ്പിറേഷൻ, വലിക്കുന്നുണ്ടോ നോക്കും. ഓക്കെ. ഇനി റിജക്ട് ആൻഡ് അൺഫിറ്റ് അനിമൽസ്. നമ്മൾ അവിടെ വെച്ചിട്ടാണ് ഒരു അനിമൽ ഫിറ്റ് ആണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ. അവിടെ ഒരു ടെമ്പറേച്ചർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 106 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 106 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അല്ല സെൽഷ്യസ് അല്ല. കാരണം സെൽഷ്യസ് ആണെങ്കിൽ മൃഗം കിടന്ന് തിളക്കില്ലേ പിള്ളേരെ. അപ്പോ 106 ഫാരൻഹീറ്റ് ആണ്. ഈ 105 പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ 6 എന്താന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, പറഞ്ഞുതരാം. സാധാരണ ഒരു ആള് പരിശോധിക്കുന്ന ടെമ്പറേച്ചറിൽ എവിടെ വെച്ചിട്ടാണ്? ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടല്ലേ? അപ്പോ ഓൾറെഡി ഈ കയ്യിൽ 5 വിരലുണ്ട്, ഇവന്റെ ഈ ഒരു വിരലും കൂടെ ചേർക്കുമ്പോഴാണ് 6 വരുന്നത്. അതാണ് 106 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് 106 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡു കാഷ്വാലിറ്റി ഓർ എമർജൻസി സ്ലോട്ടർ ഇൻ കേസ് ഓഫ് ഫ്രാക്ചേർഡ് അനിമൽസ്. ഫ്രാക്ചർ വന്ന അനിമൽസിന് വേഗം നമ്മൾ കാഷ്വാലിറ്റി എത്തിക്കണം. നിങ്ങളായാലും അങ്ങനെയല്ലേ? അയ്യോ അപ്പൂപ്പൻ ഒടിഞ്ഞ് കാലും വയ്യാൻ കിടക്കുന്നേ, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും മക്കളെ എന്ന് പറയുമ്പോൾ വേഗം കൊണ്ടാക്കില്ലേ? അതാണ് ഡു കാഷ്വാലിറ്റി ഓർ എമർജൻസി സ്ലോട്ടർ. പെട്ടെന്ന് അങ്ങ് അറുത്തേക്കണം, അപ്പൂപ്പനെ അപ്പോഴേ തട്ടിയേക്കണം. അപ്പൊ പിന്നെ ശല്യം വരത്തില്ല. അപ്പൊ ഡു കാഷ്വാലിറ്റി ഓർ എമർജൻസി സ്ലോട്ടർ ഇൻ കേസ് ഓഫ് ഫ്രാക്ചേർഡ് അനിമൽസ്. ഇനി വേണ്ടത് ഐസൊലേഷൻ ബ്ലോക്ക്. ഐസൊലേഷൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ എമർജൻസി സ്ലോട്ടർ യൂണിറ്റ് ആണ്. പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ കേസ് വന്നില്ലേ, അപ്പോഴേ അങ്ങ് തട്ടിക്കളയാനുള്ള സ്ഥലം. അവിടെ മിനിയേച്ചർ അബാറ്റോയർ. അബാറ്റോയർ എന്ന് വെച്ചാൽ വലിയ എല്ലാത്തിനും കട്ടി, ഇത് ഒരു ചെറിയ മിനിയേച്ചർ അബാറ്റോയർ ആണ്. ഇവിടെ എന്ത് വേണം? ലൈറേജ്. ലൈറേജിന് എത്ര വേണം? 4 കാറ്റിൽ വരെ നമുക്ക് ലൈറേജ് ഹോൾഡ് ചെയ്യാൻ പറ്റും. എവിടെ? ഐസൊലേഷൻ ബ്ലോക്കിലും ലൈറേജ് ഉണ്ട്, റെസ്റ്റ് ചെയ്യാൻ. 4 പേരെ നമുക്ക് റെസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെ ഓർക്കും? 4 കാലുള്ള ജീവി. ഇനി സ്ലോട്ടർ ഹാള് അല്ലെങ്കിൽ ഹാങ്ങിങ് റൂം. അത് തന്നെ, തൂക്കിയിടുന്നത്, അല്ലാതെ നിങ്ങൾ തൂങ്ങിച്ചാവുന്ന സ്ഥലമല്ല. അപ്പൊ ഹാങ്ങിങ് റൂം ഉണ്ടാവണം, സ്ലോട്ടർ ഹാൾ ഉണ്ടാവണം. നേരത്തെ ആർക്കൊന്ന് പറഞ്ഞില്ലേ, പിന്നെ തൂക്കി ഇടണ്ടേ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഡ്രൈവ് അല്ലെങ്കിൽ റേസ്. എന്താ സാറേ ഇപ്പോഴാണോ റേസിന് പോണ? അതല്ല, നമുക്കിവിടെ ഡ്രൈവ് ആൻഡ് റേസ് പഠിക്കാനുണ്ട്. അപ്പൊ പാത്ത് ഫ്രം ലൈറേസ് ടു സ്റ്റണ്ണിങ് പെൻ അല്ലേ? അതൊരു ശരിക്കും റേസ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളാണ് ആ സ്ഥാപനം നടത്തുന്നതെങ്കിൽ ലൈറേജിൽ നിന്ന് സ്റ്റണ്ണിങ് പെന്നിലേക്ക് സ്റ്റൺ ചെയ്യുന്ന സ്ഥലം വരെ കൊണ്ടുപോകുമ്പോൾ ഒരു റേസ് നടക്കും. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഒരു ഭയങ്കര ബ്രഹ്മാണ്ട പോത്താന്ന് കരുതിക്കോ. ആ പോത്തിന് നിങ്ങൾ കൊണ്ടുപോകാന്ന് വെച്ചോ, അപ്പൊ എന്ത് പറ്റും? ആ പോത്ത് വയലന്റ് ആവും. എത്രയും പെട്ടെന്ന് സ്റ്റണ്ണിങ് പെന്നിലേക്ക് നിങ്ങൾ ഓടും, പോത്ത് പിറങ്ങി ഓടും. അത് ആലോചിച്ചാൽ കിട്ടും ഈ പറയുന്ന റേസ് അല്ലെങ്കിൽ ഡ്രൈവ്. കർവ്ഡ് പാത്തായിരിക്കും. കാരണം എന്താ? നേരെയാണ് നിങ്ങൾ പോണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന പോത്ത് വന്ന് ഒറ്റ ഇടിയായിരിക്കും. നിങ്ങളിങ്ങനെ വളഞ്ഞായിരിക്കും പോണത്. അതുകൊണ്ടാണ് കർവ്ഡ് പാത്ത് വിത്ത് സിംഗിൾ ഫയൽ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇത് പോത്ത് ഇത് നിങ്ങൾ രണ്ടും ഒരു ലെവലിലെത്തും. മറ്റേത് നിങ്ങൾ ഓടും, ഇറങ്ങിയ പോത്ത് ഓടും. അത് ആലോചിച്ചാൽ കിട്ടും. സിംഗിൾ അനിമൽ, എന്താ പറഞ്ഞ, സിംഗിൾ ഫയൽ അക്കോമഡേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന. ഇനി ഗൈഡ് ചെയ്യുന്നത്, നേരത്തെ പോകുന്ന ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളാണല്ലോ. ഗൈഡഡ് ബൈ എ പേഴ്സൺ, അതാണ് ഗൈഡഡ് ബൈ എ പേഴ്സൺ. ആ സീൻ ആലോചിച്ചാൽ മതി. ഒരു വലിയ പോത്ത്, നിങ്ങൾ മുമ്പേ ഓടുന്നു, പോത്ത് നിങ്ങൾ ഓട്ടിക്കുന്നു, സിംഗിൾ പാത്വേ, കർവ്ഡ് പാത്വേ, ഒറ്റ ആളെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ. ഇനി അടുത്ത സ്റ്റണ്ണിങ് പെൻ.
സ്റ്റണ്ണിങ് പെൻ എന്ന് പറയുന്നത് സ്റ്റൺ ചെയ്യുന്നതിന് വേണ്ടി ഈ മൃഗത്തെ കൊണ്ട് ഒരിടത്ത് നിർത്തും. എന്നിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ സ്റ്റൺ ചെയ്യാൻ പോവുക. അപ്പൊ പ്ലേസ് വേർ ആക്ച്വൽ സ്ലോട്ടർ ആൻഡ് ഡ്രസ്സിംഗ്, അതാണ് സ്റ്റണ്ണിങ് പെൻ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് അനിമൽസ് ടു മേക്ക് അൺകോൺഷ്യസ്. അവിടെ നിങ്ങൾക്ക് തെറ്റിക്കാം. ഏരിയ വേർ അനിമൽസ് ടു മേക്ക് കോൺഷ്യസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണ്. അപ്പൊ ഈ അൺകോൺഷ്യസ് കോൺഷ്യസ് ആയ നിങ്ങളുടെ ലൈഫ് അൺകോൺഷ്യസ് ആവും. അപ്പോ അത്രയും മനസ്സിലായല്ലോ. ഇനി പറയുന്ന സ്റ്റണ്ണിങ് ബോക്സ് ഷുഡ് ബി പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കും. സ്റ്റൺ ചെയ്യുന്ന ബോക്സ് എന്തിനാണ് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞത്? ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? വലിയ സ്റ്റൺ ചെയ്യാൻ നിങ്ങൾ അറ്റൻഡർ പ്ലീസ് കം, നമ്മൾ വലിയ സ്റ്റൺ ചെയ്യാൻ ഇങ്ങനെ നിങ്ങളുടെ അനിമൽ ആണെന്ന് വെച്ചോ, ഈ നേരെ ഇരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ വെടിവെക്കണ്ടെന്ന് ഇങ്ങനെ ആയിട്ട് ഡിസ്കൂന്ന് വെടിവെച്ച് നിങ്ങളുടെ അറ്റൻഡർ ബോധം കെട്ട് വീഴും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. വിത്ത് നോൺ സ്ലിപ്പ് മെറ്റീരിയൽ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്ലോട്ടർ ഹാൾ. എന്ത് ഹാൾ? സ്ലോട്ടർ ഹാൾ. സ്ലോട്ടറിംഗ് ഹാൾ, സ്ലോട്ടർ ചെയ്യുന്ന ഹാൾ. അവിടെ എന്ന് വെച്ചാൽ പ്ലേസ് വേർ ആക്ച്വൽ സ്ലോട്ടർ ആൻഡ് ഡ്രസ്സിംഗ് അനിമൽസ് ടേക്കിംഗ് പ്ലേസ് ആഫ്റ്റർ സ്റ്റണ്ണിങ്. സ്റ്റണ്ണിങ്ങിന് ശേഷം ആ പ്ലേസിലാണ് ആക്ച്വൽ ആയിട്ട് എന്താ ചെയ്യുന്ന, ഈ അറക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്റ്റണ്ണിങ്ങിന് ശേഷം നമ്മൾ ഡ്രസ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ അതാണ് സ്ലോട്ടറിംഗ് ഹാൾ. അനിമൽ സസ്പെൻഡഡ് ബൈ എ ഹൈൻഡ് ലിംബ്. ഹൈൻഡ് ലിംബാണ്, ഫോർ ലിംബ് അല്ല. എന്ന് വെച്ചാൽ എന്താണ് ഹൈൻഡ് ലിംബ്? ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ താഴത്തെ കാലാണ് ഹൈൻഡ് ലിംബ്, അതിൽ വെച്ചിട്ടാണ് തൂക്കിയിടുന്നത്. ഓക്കെ, അപ്പൊ അനിമൽ സസ്പെൻഡഡ് ബൈ ഹൈൻഡ് ലിംബ്. എന്നിട്ട് എന്ത് ചെയ്യും? മൂവ് ഡൗൺ എ കൺവെയർ ലൈൻ, ഇങ്ങനെ ഒരു വരങ്ങ് വരയ്ക്കും. ഓക്കെ, ഇനി പറയുന്നത് സ്റ്റിക്കിംഗ് ആൻഡ് എക്സാങ്കുനേഷൻ പ്രോസസ്. സ്റ്റിക്കിങ്ങും എക്സാങ്കുനേഷനും നടക്കുന്നുണ്ട് സ്ലോട്ടറിംഗ് ഹാളില്. പിന്നെ എന്ത് വെച്ചിട്ടാ? നൈഫ്. അല്ല പേന വെച്ചിട്ടല്ലല്ലോ വരയ്ക്കുന്നത്, നൈഫ് വെച്ചിട്ടാ. നമ്മൾ എവിടുന്ന് എന്തെടുക്കുന്നത്? ഏരിയ എവിടെയാ കട്ട് ചെയ്യുന്നത്? തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്? തൊറാസിക് ക്യാവിറ്റിയിലാണ് കരോട്ടിഡ് ആർട്ടറിയും ജുഗുലാർ വെയിനും ഉള്ളത്. ഈ രണ്ട് സാധനങ്ങളാണുള്ളത്, കരോട്ടിഡ് ആർട്ടറിയും ജുഗുലാർ വെയിനും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വെറ്റിനറി സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലോട്ടർ ഹൗസ്, സ്ലോട്ടറിംഗ് എന്നെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട്, മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ വിളിക്കാം, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് ഇതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് FSOയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് എൻ്റെ നമ്പർ കൊടുക്കാം. തീർച്ചയായിട്ടും ഫ്രീ ക്ലാസ്സസ് ആണ് ഇപ്പൊ നിലവിലെടുക്കുന്നത്, ഫ്രീ ക്ലാസ്സസ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.